ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ തന്നെ എന്താ ഇത്ര എനർജി എന്ന് വിചാരിക്കുന്നുണ്ടാവും. ഇതിപ്പോൾ രാവിലെയാണ്, അപ്ലോഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ വൈകുന്നേരം ആകും. ഇനി ഒരു 4 ദിവസത്തേക്ക് ശ്രീയേട്ടന് ഓഫാണ്. അവർക്ക് ബക്രീദല്ലേ, അതുകൊണ്ട് അവരുടെ കമ്പനി 4 ദിവസത്തേക്ക് ഓഫ് കൊടുത്തേക്കണേണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആകാം, ലേറ്റായിട്ട് എണീറ്റാൽ മതിയല്ലോ, അപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാം, വീഡിയോ എടുക്കാം എന്നൊക്കെ വിചാരിച്ചു. എണീറ്റതാണ്. പക്ഷേ എല്ലാ ദിവസവും രാവിലെ 5:30-ക്ക് എണീറ്റ് ഫുഡൊക്കെ റെഡിയാക്കണ്ടേ, ചേട്ടൻ ഡ്യൂട്ടി ഉള്ളതല്ലേ, രാവിലെ 6:30-ക്ക് പോകും. അപ്പം അങ്ങനെ എണീറ്റ് ഇന്നും ഞാൻ ആ സമയമായപ്പോൾ അറിയാതെ എണീറ്റ് പോയി. പിന്നെ നമ്മൾ ഉറക്കം പോയിട്ട് കുറച്ച് നേരം അങ്ങനെ തന്നെ കിടന്നു. ഇപ്പം സമയം എത്ര 7:30 7:30 അപ്പം ഇനി നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇനിയിപ്പോൾ ഒന്ന് പല്ലേച്ച് കുളിച്ച് റെഡിയായിട്ട് ഞാൻ വരാം. അപ്പോൾ കാണാം. അങ്ങനെ ഞാൻ എന്താ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. കടലയൊക്കെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു തലേ ദിവസം. അത് ഞാൻ ആദ്യം ഇടാൻ മറന്നുപോയായിരുന്നു. ഞങ്ങൾ എല്ലാ ഡോറും ക്ലോസ് ചെയ്ത് ലൈറ്റൊക്കെ ഓഫ് ചെയ്തതിന് ശേഷമാണ് ഞാൻ കടല വെള്ളത്തിലിടണ കാര്യം മറന്നുപോയത്. പിന്നെ എണീറ്റ് വന്ന് കടലയൊക്കെ വെള്ളത്തിലിട്ട് അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ക്യാനിലാണ് കേട്ടോ വെള്ളം. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ അപ്പോൾ കുക്കിങ്ങിന് ആവശ്യമുള്ളത് ഇങ്ങനെ കുപ്പിയിൽ എടുത്ത് വെക്കുക ചെയ്യണേ. അതിൻ്റെ ഇടയ്ക്ക് ചേട്ടൻ ഇങ്ങനെ വന്നിട്ട് എന്നെ കളിയാക്കണമായിരുന്നു. അത് ഞാൻ തിരിഞ്ഞു നോക്കി ഇങ്ങനെ ഓരോന്ന് ചിരിക്കണം. ചേട്ടൻ ടീഷർട്ട് ഇടാത്തതുകൊണ്ടിട്ടാണ് കേട്ടോ മുന്നോട്ട് വരാത്തത്. അപ്പോൾ ഇപ്പോൾ മറ്റേ സ്റ്റിക്കൊക്കെ മേടിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ഷോ കാണിക്കാൻ വേണ്ടിയിട്ട് സൈഡിലോട്ടൊക്കെ ഫോണൊക്കെ തിരിച്ച് വെച്ച് ഇപ്പോൾ അതിലൊക്കെ വെച്ചിട്ടാണ് വീഡിയോ ഒക്കെ എടുക്കുന്നത്. അപ്പോൾ അത് പറഞ്ഞ് വന്നിട്ട് എന്നെ കളിയാക്കണമായിരുന്നു. നല്ല വൈറലാണ് അയാൾ. അപ്പോൾ അങ്ങനെ കടലയൊക്കെ റെഡിയായി. അങ്ങനെ ഞാൻ മുഴുവനായിട്ടൊന്നും കാണിക്കുന്നില്ല കേട്ടോ, എല്ലാം കുറേയൊക്കെ കട്ട് ചെയ്ത് കളയില്ലേ. അത്രയും സമയം ഇങ്ങനെ പോകും. ആ സമയത്തിന് അത്രയും ഞാനിങ്ങനെ കഥ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും. അത്രയ്ക്കൊന്നും നമുക്ക് പറയാനില്ലല്ലോ. എനിക്കാണെങ്കിൽ ഞാനും ഇങ്ങനെ ഓരോരുത്തരുടെ വീഡിയോ കാണുമ്പോൾ, ഫസ്റ്റ് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ നേരത്തെ ഇങ്ങനെ ലോങ് വീഡിയോസ് കാണുമ്പോൾ ഒത്തിരി നീട്ടി വലിച്ചിങ്ങനെ പറയുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സൊക്കെ ആയി, ഒത്തിരി കമൻസൊക്കെ വരുന്നു. അതിനനുസരിച്ച് റിപ്ലൈയും കാര്യങ്ങളൊക്കെ ഈ വീഡിയോസിലൂടെ പറഞ്ഞു പോകുന്നത് കൊണ്ടിട്ടാണ് അവർക്കത് വലിയ പ്രശ്നമില്ലാത്തത്. പക്ഷെ ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇടുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ കമൻസ് ഒന്നും അങ്ങനെ വന്ന് തുടങ്ങിയിട്ടില്ലല്ലോ, ഓരോ കാര്യങ്ങൾ ചോദിച്ചങ്ങനെ ഒന്നും തുടങ്ങിയിട്ടില്ലല്ലോ. അപ്പോൾ അത്രയും സമയം എനിക്കിങ്ങനെ എന്തെങ്കിലും സംസാരിച്ചൊക്കെ ടോപ്പിക്ക് വേണ്ടേ. പിന്നെ അങ്ങനെ പുട്ടൊക്കെ ആയി, കടലയായതിന് ശേഷം കേട്ടോ ഞാൻ പുട്ട് വെച്ചത്. ഒരേ കുക്കറിലായതുകൊണ്ട് ഡൗട്ട് തോന്നരുത്. പിന്നെ ആ സമയം കൊണ്ട് ചേട്ടൻ കുളിച്ചൊക്കെ ഒന്ന് ഇതാണ് കേട്ടോ ഞങ്ങൾ കഴിക്കണത്. കുറച്ചേ കഴിക്കുകയുള്ളൂ. പിന്നെ എനിക്ക് കുറച്ച് ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പം ഇത് ചേട്ടൻ്റെ യൂണിഫോമാണ് കേട്ടോ. ഇതിന് കുറേ പോക്കറ്റ് ഉണ്ട്. ഫ്രണ്ടിൽ 2 ബാക്കിൽ 2 സൈഡിൽ 2, പിന്നെ കൈയുടെ സൈഡിൽ ഓരോ കൈയിൽ 2 അങ്ങനെ ഉണ്ട്. അതും ഫുള്ള് ഞാൻ ചെക്ക് ചെയ്യും. ഒന്നല്ലെങ്കിൽ എന്തെങ്കിലും പിന്നോ കാര്യങ്ങളോ ടൂപ്പിക്ക്, മെയിനായിട്ട് ടിഷ്യൂ ആണ് ഒരു രക്ഷയില്ലാത്തത്. അപ്പോൾ അതൊക്കെ നോക്കി എടുത്ത് മാറ്റണമായിരുന്നു. ഇല്ലെങ്കിൽ മെഷീനിലിട്ട് കഴിഞ്ഞാൽ അത് മുഴുവനും അലമ്പാകും. പിന്നെ അങ്ങനെ ഇത് പാലാണ് കേട്ടോ. ഞാൻ ഇതിന് മുന്നേ ഉള്ളൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ രാവിലെ പാല് ബൂസ്റ്റ് ഹോർലിക്സ് എന്നിട്ടൊക്കെ കലക്കിയാണ് കുടിക്കുകയെന്ന്. നല്ല വെയിലാണ് കേട്ടോ ആ സമയത്ത്. ഇത് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ അടുത്തേക്ക് ചെയ്യുകയാണ്. പുറത്തിറങ്ങാൻ പറ്റില്ല ആ സമയത്ത്. അപ്പം അതിന് മുന്നേ നമ്മൾ അലക്കൊക്കെ കഴിയണം. പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയത് ബീഫ് ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ ബീഫ് ഞാനിങ്ങനെ ഓൾറെഡി കട്ട് ചെയ്തെല്ലാം ഇട്ടായിരുന്നു. അപ്പോഴാണ് ബീഫ് കട്ട് ചെയ്യണ വീഡിയോ നീ എടുത്തില്ലല്ലോ, ഞാനല്ലേ കട്ട് ചെയ്യണേ, അപ്പോൾ എൻ്റെ കൈ അതിൽ കാണണ്ടേ എന്നൊക്കെ ചോദിച്ചിട്ട് ചേട്ടൻ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് പോര് പിടിക്കായിരുന്നു. അപ്പോൾ ചേട്ടൻ്റെ ഒരു സമാധാനത്തിൽ ആ സവാള അരിഞ്ഞ് വെച്ചേക്കണ കട്ടിംഗ് ബോർഡിൻ്റെ സൈഡിൽ ഞാൻ അന്നൊരു പീസ് കട്ട് ചെയ്യും, നിങ്ങളെ കൈ ഞാൻ കാട്ടിത്തരാം എന്ന് പറഞ്ഞിട്ട് ചെയ്യുമായിരുന്നു. അപ്പോൾ സാധാരണ എപ്പോഴും ഇങ്ങനെ ടീഷർട്ട് ഇടാണ്ട് ഇതിൽ നടക്കുന്നത് കൊണ്ടിട്ട് ഇപ്പം ഞാൻ വീഡിയോ ഒക്കെ തുടങ്ങിയ പിന്നെ ഇവിടെ ടീഷർട്ട് ഇടാണ്ട് നടക്കാൻ പറ്റില്ലാത്ത അവസ്ഥയെന്നൊക്കെ പറഞ്ഞ് എപ്പോഴും എന്നെ കളിയാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി മെല്ലെ അതൊക്കെ മാറിക്കോളും. ഇനിയിപ്പോൾ ഏത് കോലത്തിലാണെങ്കിലും നൈസായിട്ട് വീഡിയോയിലങ്ങ് വന്നോളും. എനിക്ക് കഴിയില്ല കേട്ടോ വീഡിയോ എടുക്കുകയാണെന്ന് പറഞ്ഞ് ഇങ്ങനെ മേക്കപ്പൊക്കെ ചെയ്ത് നിൽക്കാനായിട്ട്. അതിപ്പോൾ എൻ്റെ പല വീഡിയോസിൽ എൻ്റെ മുഖം കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം. പ്രത്യേകിച്ച് ഞാൻ ഒന്നും ചെയ്യുന്നില്ല. മുടിയാണെങ്കിലും എനിക്ക് ആകെ ഉള്ളത് 4 കോഴിവാലാണ്. അപ്പോൾ അത് ഞാനിനി എന്ത് കാട്ടാനാ. അപ്പം അങ്ങനെ നമ്മുടെ ഫുഡൊക്കെ റെഡി ആയിട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വീടൊക്കെ ഒന്ന് അടിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ എല്ലാ ദിവസവും തുടയ്ക്കാറൊന്നുമില്ല. വീക്ക്ലി ട്വൈസൊക്കെ ഞാൻ വീട് തുടച്ചിടും. ബാക്കി എല്ലാ ദിവസവും നമ്മൾ അടിച്ചു വാരി എടുത്തുള്ളൂ. അങ്ങനെ ഉച്ചഭക്ഷണമൊക്കെ ആയി, ഞങ്ങളത് റെഡിയാക്കി. ചേട്ടന് സർലാസ് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ചേട്ടന് എനിക്ക് വിളമ്പിയൊക്കെ തന്നു. ഞാനും തിരിച്ചോരോന്നൊക്കെ വെച്ചു. പിന്നെ എനിക്ക് കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. ഞാൻ അപ്പോൾ ഉള്ള പാത്രങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കഴുകി പോകുന്നുണ്ടായിരുന്നു. പിന്നെ ഈ ലാസ്റ്റ് സർലാസൊക്കെ ഉണ്ടാക്കിയ കട്ടിംഗ് ബോർഡ് കാര്യങ്ങൾ അങ്ങനെയുള്ളതൊക്കെ ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ബിരിയാണിയും ബീഫ് കറിയും ബാക്കി വന്നായിരുന്നു. അപ്പോൾ അത് ഞാനിങ്ങനെ ഒരു അടപ്പുള്ള പാത്രത്തിനകത്ത് അടച്ച് അതൊക്കെ മൂടി വെക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചേട്ടൻ എനിക്ക് വന്നിട്ട് ഫ്രിഡ്ജിലോട്ട് വെക്കാനുള്ള സംഭവങ്ങളൊക്കെ ഫ്രിഡ്ജിലോട്ടൊക്കെ വെച്ച് സഹായിക്കാനൊക്കെ ഉണ്ട് കേട്ടോ. ആളെൻ്റെ കൂടെ എല്ലാം ക്ലീൻ ചെയ്യാനും എടുക്കാനും എല്ലാ സാധനങ്ങളൊക്കെ ചെയ്ത് സഹായിക്കാനൊക്കെ ഭയങ്കര മൈൻഡ് മെൻറ്റാലിറ്റി ഉള്ള മനുഷ്യനാണ്.
അപ്പോൾ പിന്നെ അതൊക്കെ ചെയ്ത് തന്നോളൂ. ഇപ്പോൾ ആ വീഡിയോയിൽ കണ്ട ഇങ്ങനെയുള്ള കോലത്തിലാണ് നിൽക്കണത്. അപ്പോൾ അത് കാണിക്കരുത് പറയാം. പക്ഷേ ഈ സീൻ ഞാൻ എങ്ങനെ കട്ട് ചെയ്ത് കളയാനാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ മാത്രം വന്നു. ഈ വീഡിയോ കാണുമ്പോൾ എന്താവുമെന്ന് എനിക്കറിഞ്ഞൂടാ. എന്തായാലും അങ്ങനെ. പിന്നെ ഞാൻ ബാക്കിയുള്ള ഭാഗം ടിഷ്യൂവിന് ഭയങ്കര ചിലവാണ്. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോന്ന് തൂത്ത് ക്ലീൻ ചെയ്യുന്നത് കൊണ്ടിട്ട്. അങ്ങനെ ഞാൻ ഡോറൊക്കെ അടച്ചു. ഇനിയിപ്പോൾ വൈകുന്നേരത്തെ പരിപാടിയാണ് കേട്ടോ. ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ രാവിലെ തല കഴുകിയതാണ് എന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി. വൈകുന്നേരം ആയപ്പോൾ ഞാനിതൊക്കെ കലക്കി വെച്ചതിന് ശേഷമാണ് ഞാൻ ഓർത്തത്. പിന്നെ അത് ഒത്തിരി നേരം വെക്കണ്ടല്ലോ എന്ന് ഓർത്ത്. ഇത് നീം പൗഡറാണ് കേട്ടോ, ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നത്. അതും തൈരും ഇട്ടിട്ട് തലയിൽ നല്ല ഡാൻഡ്രഫ് ഉണ്ട്. നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പോലെ. ഇപ്പോൾ വീഡിയോയിൽ ഇങ്ങനെ കാണാനൊന്നും പറ്റിയൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പോയി ഞാൻ എണീറ്റ് കഴിഞ്ഞപ്പോഴേക്കും പതുപോലെ വൈകിട്ടാണ് ഞാൻ സാധാരണ തല കുളിക്കാറ്. പിന്നെ ഓഫ് ഡേ കണ്ടിട്ട് മോർണിംഗ് തന്നെ ചെയ്ത കാര്യം ഞാൻ മറന്നേ പോയി. എണ്ണ എടുത്ത് തൂക്കുകയും ചെയ്തു. പിന്നെ ഒന്നും പറയാനില്ല, കുളിക്കുക തന്നെ. അതുകൊണ്ട് ഓരോന്നൊക്കെ ഇതൊക്കെ തലയിൽ അപ്ലൈ ചെയ്ത് കുറച്ച് നേരം നിന്ന് ഒരു 1/4 മണിക്കൂറെങ്കിലും ഞാൻ ഇരുന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. കാര്യം എനിക്ക് മുഖത്തും കൂടി എന്തായാലും നനഞ്ഞിനി കുളിച്ച് കയറാമെന്നുള്ള ഭാവത്തിൽ ഞാൻ പോയി മുഖമൊക്കെ ഒന്ന് കഴുകി. കസ്തൂരി മഞ്ഞളും തൈരും കൂടി മിക്സ് ചെയ്തതാണ് കേട്ടോ ഇത്. ഇത് ഞാൻ മുഖത്ത് ഇങ്ങനെ, എൻ്റെ മുഖത്ത് പെട്ടെന്ന് കുരു വരും. കുരു എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കുരു വരും, ഉള്ളിൽ നിന്ന് വരുന്ന പോലത്തെ കുരു, അങ്ങനത്തെ വലിയ കുരു വരും. അപ്പം ഞാൻ അതൊക്കെ ഇതിങ്ങനെ ആഴ്ചയിൽ 2 വട്ടമൊക്കെ ഞാൻ നേരത്തെ അപ്ലൈ ചെയ്യുമായിരുന്നു. പിന്നെ കുരു മെല്ലെ കുറഞ്ഞു തുടങ്ങിയപ്പോൾ ആഴ്ചയിൽ 1 വട്ടം, പിന്നെ സൗകര്യം പോലെ തോന്നുമ്പോൾ അങ്ങനെയൊക്കെയായി മാറി. അപ്പോൾ അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട്, തോന്നുമ്പോൾ മാത്രം. ഒത്തിരി ഒന്നും ഞാൻ അങ്ങനെ എപ്പോഴും ഫേസ് കാര്യങ്ങളൊന്നും അങ്ങനെ ശ്രദ്ധിക്കുന്ന ടീമല്ല. അങ്ങനെ എന്തെങ്കിലും ഹെൽത്ത് ഞാൻ ശ്രദ്ധിക്കുന്നതാണെന്നുണ്ടെങ്കിൽ അതെന്നെ എന്നിൽ കാണാനുണ്ടാവുമല്ലോ. അത് പ്രത്യേകിച്ചൊന്നും കാണാനില്ല എന്ന് മനസ്സിലായില്ലേ. അപ്പോൾ അപ്പോൾ സമയവും സൗകര്യം പോലെ എനിക്കിങ്ങനെ ഒറ്റയ്ക്ക് മുഖത്തൊക്കെ ഓരോന്ന് തേച്ചിട്ട് ഇങ്ങനെ ഇരിക്കാൻ ഭയങ്കര പേടിയായിരിക്കും. എന്നെ തന്നെ കാണുമ്പോൾ പേടിയാവും. അതുകൊണ്ട് ചേട്ടന് ഓഫുള്ള ദിവസം ഒക്കെ മാത്രമേ ചെയ്യുള്ളൂ. ഇപ്പോൾ എൻ്റെ വീട്ടിലാണെങ്കിലും അമ്മ ജോലിക്ക് പോണതാണ്. അപ്പം അമ്മയും ജോലിയില്ലാതെ സൺഡേ ഞങ്ങൾ ഒന്നിച്ച് വീട്ടിലുള്ളപ്പോൾ മാത്രമേ ഇങ്ങനെയൊക്കെ ചെയ്യാറുള്ളൂ. അല്ലാണ്ട് എപ്പോഴും ഒന്നും യൂസ് ചെയ്യാറില്ല. അപ്പോൾ എന്തായാലും തേച്ച്, അപ്പോൾ പിന്നെ ചെവിയിലും കഴുത്തിലൊക്കെ ഇരിക്കട്ടെ എന്ന് കരുതി. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് എന്തായാലും ഇത് ഉണങ്ങാൻ വേണ്ടി കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പോൾ അതൊക്കെ ചെയ്തിട്ടിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ചേട്ടൻ എന്നെ ഇങ്ങനെ കളിയാക്കണമായിരുന്നു. നീ എന്താ ഇപ്പോഴും വീഡിയോ ഒക്കെ എടുത്ത് വെച്ചേക്കുന്നത്, നീ ഇതൊക്കെ എടുത്ത് അപ്ലോഡ് ചെയ്യാൻ പോവുകയാണോ, നീ ഇതൊക്കെ കാണിക്കുമോ, ആളുകൾ ഓരോന്ന് വല്ലതൊക്കെ പറയൂ കേട്ടോ എന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കുമായിരുന്നു. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ സന്ധ്യാസമയമായി, വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥിച്ചു. കുറച്ച് നേരം ഞങ്ങളവിടെ വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നായിരുന്നു. അങ്ങനെ കുറച്ച് നേരം വർത്തമാനമൊക്കെ പറഞ്ഞിരുന്ന് കഴിഞ്ഞപ്പോൾ വീട്ടിലേക്കൊക്കെ വിളിക്കണമല്ലോ. വിളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് അങ്ങനെ വീട്ടിലേക്കൊക്കെ വിളിച്ച് ഞങ്ങൾ വെറുതെ ഇരുന്നപ്പോഴാണ് KFC കഴിക്കാം നമുക്ക് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ പോയി KFC ഒക്കെ മേടിച്ച് തിരിച്ചു വന്ന് കഴിച്ചു. അതിൻ്റെ ഇടയ്ക്ക് ചേട്ടനൊന്ന് താഴേക്ക് പോയായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഇത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ വേറെ ഒന്നും ചെയ്യാനില്ല. ചേട്ടൻ വന്നു കഴിഞ്ഞാൽ അത് കഴിക്കുക, കിടക്കുക, വേറെ ഒന്നുമില്ല. അപ്പോൾ അതിൻ്റെ പേയാണ്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.